യെസ്, വിശാല തിയേറ്റേഴ്സ്. അതെ, വക്കച്ചൻ. അയ്യോ, ഗർജനം കൊടുക്കുന്നില്ല. ആ, മലമ്പുഴ വേണോ? മലമ്പുഴ അവാർഡ് സ്കോറിംഗ് സാധനമല്ലേ. വിശാലാക്ഷിയോ? സൂപ്പർ ഹിറ്റ്, ഒരിഞ്ഞ കളിയാ. തരാം, വിശാലാക്ഷി തരാം. ശരി, ആ ഡേറ്റ് നോക്കിക്കോട്ടെ. ഈ പകച്ചാറ് കിടന്ന് തൊള്ളു പൊട്ടിക്കുന്ന എന്തിനാ? പെരപ്പങ്കോടും പോൾരാജ് റഷീദും ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല. അവന്മാർ എന്തെങ്കിലും സമയത്ത് എത്തിയിട്ടുണ്ടോ? വേറെ ഒരു നടന്മാരില്ലാത്ത പോലെ. നീ ഒരിക്കൽ പ്രഭാകരൻ പോളൊന്നും വന്നില്ലേ? ഇല്ല. തുടങ്ങി ഒരു സിഗരറ്റ് വലി. അതങ്ങ് ദൂരെ കളഞ്ഞ റഷീദേ. അമ്മണി കൊച്ചമ്മീനകത്ത് ഉള്ളവരെ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഏതായാലും ഇത് തീർന്നിട്ടേ കളയുന്നുള്ളൂ. സിഗരറ്റിനൊക്കെ ഇപ്പൊ എന്താ വില എന്നറിയോ? ഓ, എന്റെ ഒരു ഗതിയോട് നോക്കണേ. ഭരതൻ സാറും IVC സാറും ദിവസേന വിളിക്കുന്നുണ്ട് മദ്രാസിലേക്ക് ചെല്ലാൻ. ഈ സീസൺ കഴിയാതെ ഇവിടുന്ന് പോകാൻ പറ്റുമോ? ഹീറോയിൻ വേഷമായിരുന്നു. ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഓ, അവർക്കൊന്നും വേറെ ആരും കിട്ടിയില്ല. ഇയാൾ ആരും അമലയോ അതോ ഭാനുപ്രിയോ? ഒന്ന് ചുമ്മാ ഇരിക്കണ്ട മഞ്ജു. ഒരു പ്രാവശ്യം കോടമ്പക്കം വരെ പോയതിന്റെ അനുഭവം നിനക്ക് നന്നായിട്ട് അറിയാലോ. അമലെ, നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഒരു ആശുപത്രി പോകരുത് പ്ലീസ് പ്ലീസ്. ആ വണ്ടി വിട്ടോ, വണ്ടി എടുക്കേ. അതിനെല്ലാവരും എത്തണ്ടേ? എന്റെ കർത്താവ്, അവന്മാർ ഇനി എത്തിയില്ലേ? മണി എത്രയെന്ന് അറിയാവോ? അയ്യോ, രണ്ടും നായകന്മാരാണല്ലോ. ഇവിടുന്ന് വണ്ടി ഓടി എറണാകുളം വരെ എത്തേണ്ടതാ. എവിടെയാണെങ്കിലും അവന്മാർ എത്താതെ പോകാൻ പറ്റുമോ? അത് പറ്റില്ല. ഈയിടെയായിട്ടെ ചില അവന്മാർക്ക് ഓരോ എല്ല് കൂടിയിട്ടുണ്ട്. അവന്റെയൊക്കെ അമ്മയുടെ 16-ന് പോയിരിക്കുക. ഒരുത്താണ് ഞാൻ ദിഗ്ഗം വെച്ച് കയറിയാനെ. കൊള്ളാഞ്ഞിട്ടാ വേറെ ആളെ കിട്ടാത്ത പോലെ. വെറുതെ മൂപ്പിക്കല്ലേ അമ്മണി ചേച്ചി. അവന്മാര് വരും. എടാവേ, നിന്റെ സപ്പോർട്ടൊന്നും വേണ്ട കേട്ടോ. അടുത്ത കൊല്ലം പോലെ സിംഗിൾ ഹീറോയുള്ള നാടകമേ ഞാൻ എഴുതൂ. അത് കാണാൻ ആര് വരും? ആക്കല്ലേ. എല്ലാം കൂടെ എനിക്കിട്ട് പണിയാൻ നോക്കിയാലേ മനസ്സിരിക്കത്തേ ഉള്ളൂ. കർത്താവേ, എന്നും ഇങ്ങനെ വയറ് നിറച്ച ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ. ആക്രാന്തം കാണിക്കാതെ. ഇത് ആരും എടുത്തോണ്ട് പോകുന്നില്ല. ഒന്ന് പതുക്കെ തിന്നെ. ഇതെടുത്തോട്ടെ. പ്രഭേ, ആഹാരം കഴിച്ചിട്ട് അല്പം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോയാൽ മതി. ലേറ്റ് ആയിട്ട് ചെന്നാലേ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവും. ഓ, ആ വക്കത്തിന് ഇപ്പൊ തന്നെ അവിടെ കിടന്ന് ഭരണിപ്പാട്ട് പാടുന്നുണ്ടാവും. ഭരണിപ്പാട്ടോ പൂരപ്പാട്ടോ ഡിസ്കോ പാട്ടോ എന്ത് വേണോ പാടിക്കോട്ടെ, നമുക്കെന്താ. കറക്റ്റ്. മണി 11:30 ഏതായാലും നമ്മൾ ചെല്ലാത്തവർക്ക് പോകാനൊന്നും പറ്റത്തില്ലല്ലോ. ഒത്തിരി വെയിറ്റ് ഇട്ട് പോയാൽ മതി. അതെ. വെയിറ്റർ, 2 ഐസ്ക്രീം. നിർത്ത്. നിന്റെ ഇതിനുള്ള കാശുണ്ടോ? എന്റെ ദാരിദ്ര്യത്തെ പരിഹസിക്കരുത്. ഇന്ന് വരെ നമ്മൾ കാപ്പ് കുടിച്ചിട്ടുള്ളപ്പോ ഞാൻ കാശ് കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? നിന്റെ വലിയ മനസ്സിന് മുമ്പിൽ ഞാൻ മതി ഉള്ളത് നക്കി തിരിച്ച് പോവാൻ നോക്ക്. എടാ പോളെ, നാടകത്തിൽ 2 ലീഡിംഗ് റോള് ചെയ്യുന്ന നടന്മാരില്ലേ നമ്മള്? എന്നിട്ടും ആ അയ്മന അമ്മണിക്ക് കിട്ടുന്ന വെയിറ്റ് നമുക്ക് ട്രൂപ്പിൽ കിട്ടുന്നില്ലെന്ന് വെച്ചാൽ? അതെ, അയ്മന അമ്മയുടെ കയ്യിലുള്ള വെയിറ്റ് നിന്റെ കയ്യിലുണ്ടോ? അതാ. എവിടെ എത്തിയ എനിക്കെന്തോ വലിയ അപകടം വരായിരുന്നതാ. നിങ്ങൾ ട്രൂപ്പിൽ വന്നോടെ അത് മാറിക്കിട്ടി. എന്തോ വന്നു കയറിയതാ. ഞങ്ങളായിട്ട് വലിഞ്ഞു വന്ന് കയറിയതൊന്നുമല്ലോ. ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ അഡ്വാൻസ് ആയിട്ട് വന്ന് കാല് പിടിച്ച് മറന്നുപോയോ? എന്നും വെച്ച് നിങ്ങൾക്കായിട്ട് കാത്തി കിടക്കാൻ പറ്റുമോ? വേണ്ട, കിടക്കണ്ട. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഗ്ലാമറിലാണ് അവന്റെ നിലനിൽപ്പ്. ദിവസം 7 മണിക്കൂറെങ്കിലും ഉറങ്ങില്ലെങ്കിൽ അവന്റെ ഗ്ലാമർ പോവും. ഇപ്പൊ 4 മണിക്കൂർ ഉറങ്ങിട്ടാ വരുന്നത്. ഇനി 3 മണിക്കൂർ ഉറങ്ങാൻ ബാക്കി കിടക്കും. അതെ, ഇവന്റെ മുഖത്തോട്ട് നോക്ക്. ഉറങ്ങാതെ മുഖം വവ്വാലി ചപ്പി അടക്കി പോലെ. എന്റെ മുഖത്തോട്ട് നോക്ക്. ഓരോ ദിവസം കണ്ണ് ചെറുതായി വരിക. മതി. വലിയ ഡയലോഗ് ഒന്നും പറയണ്ട. വണ്ടി കയറൂ പ്ലീസ്. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുക. ഇന്ന് 2 കളിയുണ്ട്. ഒന്നാമത്തെ നാടകം കഴിയുമ്പം ആരും മേക്കപ്പ് കഴിക്കേണ്ട, ഡ്രസ്സും മാറണ്ട. അവിടെ ചെല്ലുമ്പോഴേ അവിടെ മേക്കപ്പ് ഇടാനോ തുണി മാറാനോ ഒന്നും നമുക്ക് സമയം കിട്ടത്തില്ല. വെറുതെ ടെൻഷൻ ഉണ്ടാക്കല്ലേ. പ്ലീസ്. മനസ്സിലായല്ലോ? പിന്നൊരു കാര്യം,
ചൊവ്വാഴ്ചത്തെ കളിക്ക് പലരും ഡയലോഗ് വിഴുങ്ങി. അത് ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് കരുതണ്ട. ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കൂ. പറയൂ പറയൂ പ്ലീസ്. ഇതിപ്പോ ആദ്യത്തെ കളിയൊന്നും അല്ലല്ലോ ഡയലോഗ് പഠിക്കാൻ. നിന്റെ കാര്യം എന്നാ പറഞ്ഞത്? പ്ലീസ്. പോള് ഇവനാ വിഴുങ്ങുന്നത്. ഞാൻ ഡയലോഗല്ലേ വിഴുങ്ങാറുള്ളൂ, സീൻ മൊത്തത്തിൽ വിഴുങ്ങാറില്ലല്ലോ. അവയും പോളും ഇങ്ങനെ തുടങ്ങിയാലോ? നിങ്ങൾക്കൊന്ന് സഹകരിച്ചൂടെ? ഞങ്ങളെ വിട്ടേക്ക്. അമ്മിണി ചേച്ചി ചേട്ടനുമായിട്ട് അങ്ങ് സഹകരിച്ചാ മതി. അതിനിപ്പൊ തന്നെ അവര് സഹകരിക്കുന്നുണ്ടല്ലോ. എന്നെ ഓർക്കോടല്ല ഇത് ബലി കൊടുത്തു കേട്ടില്ലേ? ഞാൻ റെഡിയാവാക്കുന്നു സാറേ. ഞങ്ങൾ എപ്പോഴേ റെഡിയാവാക്കിട്ടുണ്ട്. എന്റെ അമ്മിണിക്കുട്ടി എന്നെ ടെൻഷൻ ആക്കല്ലേ പ്ലീസ്. എടാ നീയൊക്കെ ആരെ കൊണ്ടുവിടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുക? പ്ലീസ് പറഞ്ഞ ടെൻഷൻ ഉണ്ടാക്കല്ലേ. ഫസ്റ്റ് ബെല്ല് കൊടുത്തത് കേട്ടില്ലേ? കേട്ടു. ഫസ്റ്റ് ബെല്ലടിക്കും, കുറച്ച് കഴിയുമ്പോ സെക്കൻഡ് ബെല്ലടിക്കും, അത് കഴിയുമ്പോ നാടകം തുടങ്ങും. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഞങ്ങൾ നാടകം കളിക്കുന്നത്. എന്റെ അമ്മോ, ഈ ഭാവാവിനെ സ്റ്റേജിൽ കാണിച്ചിരുന്നെങ്കിലേ നീ കളി രണ്ടെണ്ണം കൂടിയനെ. കേട്ടു നോക്കിയേ, നിന്റെ കളിയുടെ മഹാത്മം എന്നെ പറഞ്ഞ് മനസ്സിലാക്കണ്ട കേട്ടോ. സെക്കൻഡ് ബെല്ലടിച്ച ഉടനെ കയറേണ്ട അയ്മനെ അമ്മനെ മഞ്ജുനെയൊക്കെ ആദ്യം വേഷം കെട്ടിച്ച് കയറ്റാൻ നോക്കിയേട്ടാ. വന്ന് കേറിയപ്പോ ഒരു ചായക്ക് പറഞ്ഞതാ, ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട്. പ്ലീസ്. ഇനി എപ്പോഴാ നാടകം കഴിയുമ്പോഴോ? നീ ഒരുത്തരാണോ വിശ്വകരെ കുഴപ്പമുണ്ടാക്കുന്നത്? ദ്രോഹി. ബക്കച്ചൻ കുറെ നാളായി എന്നെ തൂതാൻ തുടങ്ങിയിട്ട്. എനിക്ക് അവനെയൊക്കെ അറിയാമോ ഇല്ലേ നിന്ന് ഞാൻ അയക്ക് കാണിച്ചു കൊടുക്കാം. നീ എന്ത് ചെയ്യാൻ പോകുന്നു? അത് നിങ്ങൾ സ്റ്റേജിൽ കണ്ടോ? അമ്മേ, എനിക്ക് എന്തെങ്കിലും ആ സത്യം അറിയണം. പറയൂ, എന്റെ അച്ഛൻ ആരാണ്? നീ ജനിച്ചു വീണ അന്നു മുതൽ ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നാണ് മോളെ. നിന്നിൽ നിന്ന് ഇനി ഒന്നും ഞാൻ മറച്ചു വെക്കുന്നില്ല. നിന്റെ അച്ഛനാണ് വിശ്വം. വിശ്വനാഥൻ. വിശ്വനാഥൻ. എനിക്ക് രണ്ട് അച്ഛന്മാരുണ്ട് അമ്മേ. ഇല്ല മോളെ, വിശ്വനാഥൻ എന്നാ നിന്റെ അച്ഛന്റെ പേര്. ഞാൻ വിളിക്കുന്ന പേരാണ് വിശ്വം. എന്റെ അച്ഛൻ ഇപ്പോൾ എവിടെയുണ്ടമ്മേ? സെൻട്രൽ ജയിലിൽ. അതെ മോളെ, എന്റെ അച്ഛൻ സെൻട്രൽ ജയിലിലാണ്. എന്റെ വിശാലം, എന്റെ വിശ്വേട്ടാ, ആരാണ് ഈ മനുഷ്യൻ? മോളെ, ഇത് നിന്റെ അച്ഛൻ. മോളെ വിശ്വനാഥൻ, തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? അതെ, സിംഹക്കൂട്ടിൽ എലിക്കെന്ത് കാര്യമടാ? വാക്കുകൾക്ക് കടിഞ്ഞാനിടുന്നതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. കടിഞ്ഞാണിലെത്ത കുതിരയാടാ ഞാൻ. സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. തെറ്റി വിശ്വം. ഇത് മൂർഖൻ പാമ്പും മുറിവേറ്റ സിംഹവും തമ്മിലുള്ള പോരാട്ടമാണ്. കാക്കിയിട്ട ചെറുത്താനെ നിരപരാധിയെ ക്രൂശിക്കാൻ നീ അവിടെ മനുഷ്യൻ. നിർത്തൂ വിശ്വനാഥൻ. കുഞ്ഞുനാളിൽ എന്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ആ ഗുരുനാഥൻ ഇന്ന് എന്നോടൊപ്പമില്ല. വിശ്വനാഥൻ, നിങ്ങൾക്കൊരു കാര്യം പറയാമോ? നീതി പാലിക്കുന്നവരാണ് നീതി പാലകൻ. സ്വിച്ചിട്ടാൽ ലൈറ്റ് കത്തും, ലൈറ്റ് ഇട്ടാൽ സ്വിച്ച് കത്താറില്ല. കുലദ്രോഹി എന്തു പറഞ്ഞാ പക്ഷി. ഒരുമാതിരി മറ്റടുത്ത പണി കാണിക്കുന്നത്. എടാ, എന്നോടുള്ള വൈരാഗ്യം തീർക്കുന്നത് സ്റ്റേജ് വെച്ച് കണ്ണക്കുറ്റി കടിക്കാനോടാ? ഞാൻ മനഃപൂർവ്വം ചെയ്തെന്നാണോ വക്കച്ചൻ പറയുന്നത്? പൊസിഷൻ മാറി ഇന്ന് ആർക്കായാലും അടിയുള്ളൂ. ഒരടി കൊണ്ടാൽ എന്ത് വേണ്ടു? സീൻ കലക്കിയില്ലേ? എന്തൊരു കയ്യടിയായിരുന്നു. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഇയാൾക്ക്. ഞാൻ കാശും തരണം, നിന്റെ ഒക്കെ തല്ലും കൊള്ളണം അല്ലേടാ? വക്കച്ചൻ ചേട്ടൻ ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യമില്ല. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? ഈ സ്റ്റേജിൽ വെച്ച് അടികൊള്ളുന്നതൊക്കെ സർവ്വസാധാരണമാണ്. അതുകൊള്ളാലോ. ഈ കണക്കിന് ഒരാളെ കുത്തുന്ന സീനാണ് നിങ്ങൾ ശരിക്കും കുത്തിക്കൊല്ലുവോ? ഓ, അടി കൊണ്ടത് വക്കച്ചൻ ചേട്ടനാണെങ്കിലും വേദനിച്ച് അമ്മിണി ചേച്ചിക്കാണല്ലോ. ഒരുമാതിരി തമ്പുരാലിയോ പറയുന്നത് കേട്ടോ. എന്റെ തന്തയ്ക്ക് വിളിച്ചാണ്ടല്ലോ. വിളിച്ചാൽ നീ എന്ത് ചെയ്യും? തല്ലുവോ? തല തനിക്ക് ധൈര്യമുണ്ട്. ഒരു പ്രാവശ്യം കൂടി വിളിച്ചു നോക്കണം മാപ്പിളെ. അടിച്ചെന്നെ മോന്ത്ര ഷേപ്പ് ചെയ്യാൻ പറ്റും. ഓഹോ, നീയൊക്കെ എന്നെ തല്ലാറായല്ലേ? ഇനി നിന്നെയൊക്കെ വെച്ച് നാടകം കളിക്കുന്ന പ്രശ്നമേ ഇല്ല. ഒതുക്കണ വണ്ടി. എറണാകുളത്ത് 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 നീയൊക്കെ എന്ത് വിചാരിച്ചു? രണ്ടാം കളി ഉള്ളതുകൊണ്ട് ഇത് പോക്കൃത്രം കാണിക്കാൻ വന്നു. എറണാകുളിയില് കോട്ട വക്കത്തിനിട്ട കള അവർക്ക് അറിയാതെ പറ്റിയതല്ലേ? അറിയാതെ പറ്റിയതൊന്നുമല്ല, മനഃപൂർവ്വം ചെയ്തതാ. ഇറങ്ങാനാ പറഞ്ഞത്. അങ്ങനെ പേടിപ്പിക്കാതെ. ഈ നാട്ടിൽ തന്റെ ഒരു ഉണക്ക ട്രൂപ്പ് മാത്രമല്ല ഉള്ളത്. ഉണ്ടടാ, വേറെ നല്ല ട്രൂപ്പുകളുണ്ട്. പക്ഷെ നിന്നൊന്നും ഒറ്റ ദിവസം നിർത്തില്ലടാ. ഇപ്പൊ ഇവന്മാരെ ഇറക്കി വിട്ടാൽ നമ്മൾ പീച്ചാണിക്കാട് അമ്പലത്തിലെ രണ്ടാം കളി എങ്ങനെ കളിക്കും? വേണ്ട, നാടകം കളിക്കണ്ട. അമ്പലക്കാർക്ക് എന്ത് നഷ്ടം വന്നാലും ഞാൻ കൊടുത്തോളാം. പക്ഷെ ഉമ്മാരെ വെച്ച് കളിക്കില്ല. എറണാകുളത്ത്
നമ്മളിങ്ങനെ തല്ലി ഒന്നാങ്ങളുടെ പൈസ ഉണ്ട് പഠിക്കണം. ആ പൈസ പൈസ ഞാൻ രണ്ടാം കളി പീച്ചാരിക്കാട് നിന്റെ അപ്പം വന്ന് കളിക്കുക പന്നി.